ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓണത്തിന് ധാവണി സെറ്റിലെ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെയാണല്ലോ, അടി നമ്മൾ മടക്കി അടിച്ചിട്ടില്ല, അതുകൊണ്ട് ലെങ്ത് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നമുക്കിത് രണ്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്കിത് രണ്ടെണ്ണം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ദേ നോക്കിക്കേ, ഇതുപോലെ വെച്ച ശേഷം നമുക്ക് ഇങ്ങനെ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷന് വെച്ച് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. കണ്ടോ, നല്ല വശം നമ്മൾ ചേർത്ത് വെക്കുന്നു. അതിനുശേഷം അതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. 4 ഇഞ്ച് തയ്യൽ തുമ്പിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് കണ്ടല്ലോ, നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എന്ത് ചെയ്യണം, ഫ്രണ്ടിൽ ഓൾറെഡി നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ. ബാക്ക് പോർഷനിൽ നമുക്ക് ടക്ക് എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് തയ്യൽ തുമ്പ് വിട്ടിട്ട് ബാക്കിയുള്ള വണ്ണത്തിൻ്റെ പകുതി എടുക്കണം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇങ്ങനെ വെച്ച ശേഷം തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ള വണ്ണമാണ് എടുക്കേണ്ടത്. കണ്ടോ, ആ തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ള വണ്ണത്തിൻ്റെ എക്സാക്റ്റ് പകുതി എടുക്കുക. അപ്പോൾ നമുക്കിതിൽ 2 ഇഞ്ച് അടിമടക്കി അടിക്കാനാണ് അടിയിലുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്ത് വേണം നമ്മൾ ടക്ക് എടുക്കുമ്പോൾ എടുക്കാനായിട്ട്. അപ്പോൾ ആ 2 ഇഞ്ച് ഞാൻ ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇങ്ങനെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെയും 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല. കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കതിൽ എക്സാക്ട്ലി അതിൻ്റെ പകുതിയിൽ നിന്നും മേളിലോട്ട് നമുക്ക് കണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് മാർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ അളവുകളൊക്കെ തെറ്റിപ്പോവും. ഇനി നമുക്ക് ടക്ക് ഒരു 3 അല്ലെങ്കിൽ 3.5 ഇഞ്ച് 4 ഇഞ്ച് വെച്ച് ലെങ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 3 ഇഞ്ച് ലെങ്ത്തിലാണ് കൊടുത്തിരിക്കുന്നത്. 1/2 ഇഞ്ച്, അതായത് 2 സൈഡും 4 ഇഞ്ച് അല്ലെങ്കിൽ 2 സൈഡും 1/2 ഇഞ്ചിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നോക്കിക്കാൻ ഞാൻ 2 സൈഡും 1/2 ഇഞ്ചിൽ ഞാൻ ടക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും 1/2 ഇഞ്ച് പറയുമ്പോൾ അപ്പുറത്ത് നമുക്ക് ഒരു ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഓൾറെഡി എടുത്തിട്ട് 1 ഇഞ്ച് നമ്മൾ ടക്കിന് ഓൾറെഡി എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു സൈഡ് വരച്ച ശേഷം അതിൻ്റെ മറു സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി കറക്റ്റ് ആ ഉൾവശം ചേർത്ത് മടക്കി വെക്കുമ്പോൾ ആ ഒരു പ്രസ് കണ്ടോ ഇങ്ങനെ നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് നോക്കിക്കേ, ഇതിങ്ങനെ വരച്ച ശേഷം ടക്ക് പിടിക്കുക. അതായത് ഇവിടെ എൻഡ് തൊട്ടിട്ട് ആ മേൽവശം വരയ്ക്ക് ടക്ക് ഇങ്ങനെ പിടിച്ച് എടുത്തിട്ടുണ്ട്. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഓണത്തിന് എല്ലാവർക്കും ആവശ്യമാണ്. ഇപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ബ്ലൗസാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കറക്റ്റ് സെൻറ്റർ ഫ്രണ്ട് പോർഷനിൽ ബാക്ക് പോർഷനിൽ കറക്റ്റ് സെൻറ്ററിൽ ഒരു ലൈൻ കൊടുക്കുക. കറക്റ്റ് സെൻറ്ററിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇത് ബാക്ക് ഓപ്പൺ ബ്ലൗസാണ്. ഓക്കെ, എന്നിട്ട് നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് സാധാരണ ബ്ലൗസും പട്ടുപാവടയിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ഹുക്കും മയ്ക്കും വേണ്ടിയും ചെയ്തെടുക്കാം, അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ബ്ലൗസ് അത്യാവശ്യം തയ്ക്കാൻ അറിയുന്നവരല്ലേ അവർക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹുക്ക് വെക്കുന്ന പീസിന് 1.5 ഇഞ്ച് വീതിയുള്ള പീസും വയ്ക്കുന്നതിന് 2.5 ഇഞ്ച് വീതിയുള്ള പീസുമാണ്. നീളം വന്നിട്ട് നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ മൊത്തം നീളത്തിൽ നിന്ന് കാട്ടും ഒരു 2 ഇഞ്ച് കൂട്ടി നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് നോക്കി ഇതുപോലെ വെച്ചിട്ട് ഉള്ളിലോട്ട് മറിച്ചിടുക. അത് എങ്ങനെയാണോ നമ്മൾ സാധാരണ ഹുക്കും മയ്യും വെക്കുക അതുപോലെ തന്നെ അതിനുള്ള സ്ട്രിപ്പ് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പ്രിൻസസ് കട്ട് ബ്ലൗസാണ് ഏറ്റവും എളുപ്പം നമുക്ക് സാധാരണ ബ്ലൗസിനെ കാട്ടും. ഇനി നമുക്ക് 1.5 ഇഞ്ച് വീതിയുള്ള കുറച്ച് ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്കിത് നോക്കിക്കേ, ഇങ്ങനെ വെച്ചിട്ട് അതായത് ബാക്കിൽ ഹുക്ക് വരുന്ന ഭാഗം തൊട്ട് നെക്കിൽ കൂടെ വന്ന് ഫ്രണ്ട് നെക്കിൽ കൂടെ വന്ന് വീണ്ടും നമുക്ക് വരുന്ന അതുവരെ നമുക്ക് ഈ ഒരു നെക്കിൻ്റെ പോർഷനിൽ ക്രോസ് പീസ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഇതിങ്ങനെ തള്ളി നിൽക്കുന്ന നമ്മളിപ്പോൾ ഹുക്കും മയ്യും വെച്ച പീസ് ആ ഭാഗം ഒന്ന് കഴുത്തൊന്ന് കറക്റ്റാക്കി എടുക്കുക. ഇത് ബാക്ക് ഓപ്പൺ ബ്ലൗസാണ്. അതിനുശേഷം നമുക്ക് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ മനസ്സിലാവുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് എടുക്കുന്നു. അത് വെച്ച് നമുക്ക് നെക്ക് ഫുള്ളായിട്ട് സാധാരണ ബ്ലൗസിന് എങ്ങനെയാണ് തയ്ക്കുന്നത് അതുപോലെ തയ്ച്ചെടുക്കാം. അപ്പോൾ ഞാൻ തയ്ച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സ്ലീവ് ജോയിൻ ചെയ്യാം. സ്ലീവ് അത്യാവശ്യം ലെങ്ത്തുള്ള സ്ലീവാണ്. അപ്പോൾ സ്ലീവ് കൂടി നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. പിന്നെ വേറൊരു കാര്യം, ഇപ്പം നമുക്കിപ്പോൾ ട്രെൻഡിങ്ങിൽ പോകുന്നത് പ്രിൻസസ് കട്ടും അല്ല, സാധാരണ 3 ടക്ക് 4 ടക്ക് ബ്ലൗസും അല്ല. ഒരു ടക്കും കൊടുക്കാതെ വെറുതെ സൈഡ് രണ്ടും ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ പട്ടുപാവടയ്ക്ക് ബ്ലൗസായിട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ.
അപ്പോൾ സ്ലീവ് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര ആണ് അടി മടക്കി അടിക്കേണ്ടത് നമ്മൾ നോക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ഒരു 1/2 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട്. ചില സമയം അത് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് ഫ്രണ്ട് പോർഷൻ കറക്റ്റ് മടക്കിയെടുക്കുക. ഓക്കെ, നോക്കിയിട്ട് നമ്മളത് എന്താ വെച്ച് കഴിഞ്ഞാൽ മടക്കിയെടുക്കുക. ബാക്ക് പോർഷനിൽ 2 ഇഞ്ചാണ്, ഫ്രണ്ട് പോർഷനിൽ 2.5 1/2 ഇഞ്ച് നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഈ പ്രിൻസസ് കട്ട് ചെയ്ത് വരുമ്പോൾ ലെങ്ത്തിൽ വ്യത്യാസം വരാതിരിക്കാനാണ് നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇപ്പോൾ എനിക്കത് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിൽ ഇത്തിരി കൂടുതലുണ്ട്, നടുക്ക് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് അതൊന്ന് മടക്കി വയ്ക്കുക. ഇങ്ങനെ മടക്കി വെച്ചിട്ട് അടി മടക്കി അടിക്കുക. ഓക്കെ, ഇതിപ്പോൾ ഫ്രണ്ട് വശമാണ്, ഫ്രണ്ട് വശം മടക്കിയിട്ടുണ്ട്. ഇനി അതിനനുസരിച്ച് ബാക്ക് വശം നമ്മൾ മടക്കി വയ്ക്കാം. എന്നിട്ട് ആദ്യം നമുക്ക് ഫ്രണ്ടിൻ്റെ അടിവശം മടക്കിയെടുക്കുക. അതിനുശേഷം ബാക്കിൽ 2 സൈഡ് ഉണ്ടാവുമല്ലോ, ഹുക്കും മൈൻ്റെ അടിവശം. അപ്പോൾ അതിൻ്റെ അടിവശം നമുക്കൊന്ന് മടക്കിയടിക്കാം. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് അടിയൊന്ന് മടക്കിയടിക്കാം. അപ്പം നമ്മളിങ്ങനെ വെച്ചിട്ട് ആദ്യം അടിവശം മാത്രം മടക്കുന്നുള്ളൂ, 2 സൈഡ് നമ്മൾ കൂട്ടി അടിക്കുന്നില്ല. അടിവശം ഒന്ന് മടക്കി അടിച്ചിട്ട് നമ്മൾ കൊണ്ടുവരാം കേട്ടോ. അതിനുശേഷമാണ് നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ബോഡി ക്ലോസ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം ഞാൻ അടി മടക്കി അടിച്ചത് കണ്ടല്ലോ, അടി മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് തൊട്ട് അതിൻ്റെ അടി വരെ നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് 2 സൈഡ് കൂട്ടിയടിക്കാം. എന്നിട്ട് നമുക്ക് ഇട്ട് നോക്കിയ ശേഷം എന്തെങ്കിലും ലൂസ് തോന്നുന്നുണ്ടെങ്കിൽ ഏത് വശത്തും ടൈറ്റ് ആവാൻ സാധ്യതയില്ല. ലൂസ് എവിടെയെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചോദിച്ചു ഈ ഒരു ബ്ലൗസ് എന്ത് മെറ്റീരിയൽ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഇത് അജ്രക് പ്രിൻറ്റിലുള്ള കോട്ടൺ മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലൗസ് റെഡി ആയിട്ടുണ്ട്. ബാക്ക് ഓപ്പൺ പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത് നമുക്ക് ഇട്ട് കഴിയുമ്പോഴേ ഷേപ്പ് അറിയത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ നമ്മുടെ ദാവണി സെറ്റിൻ്റെ അടുത്ത വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അത് ഓണത്തിന് നമുക്ക് ഇതുപോലൊരു ദാവണി സെറ്റ് ബ്ലൗസ്, ഇതാണ് ഇപ്പോൾ ശരിക്കും എളുപ്പം. കണ്ടോ, ഇതാണ് പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു ഇത് കണ്ടോ, കറക്റ്റായിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.